10ാം വാർഷികത്തോടൊപ്പം ക്രിസ്മസ് മരത്തിന് പ്രഭ ചാർത്തി കൊച്ചി മാരിയറ്റ് ഹോട്ടൽ. നടി മിയ ജോർജാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട ചടങ്ങിൽ മുഖ്യാതിഥിയായത്. 10 ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് കൊച്ചി മാരിയറ്റ് ഹോട്ടൽ തുടക്കമിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി സമാനതകളില്ലാത്ത വിധം ഹൃദ്യമായ കൊച്ചിയുടെ അടയാളമായി മാറിയ മാരിയറ്റ് ഹോട്ടൽ ക്രിസ്മസ് മരത്തെ പ്രഭയണിയിച്ച് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമിട്ടു. 2014 ഡിസംബർ 21 കൊച്ചി മാരിയറ്റ് ഹോട്ടൽ തുടങ്ങുന്നത്. വാർഷികത്തോടൊപ്പം പതിവ് പോലെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കും തുടക്കമിട്ടു. പ്രമുഖ നടിയും മോഡലുമായ മിയ ജോർജ് ആയിരുന്നു മുഖ്യാതിഥി. എല്ലാവർക്കും ഒരു അടിപൊളി ക്രിസ്മസ് ആശംസിക്കുന്നു. ബെസ്റ്റ് എല്ലാവരുടെയും ലൈഫിൽ ഒരു ബെസ്റ്റ് ക്രിസ്മസ് ആയിരിക്കട്ടെ 2024 നമ്മളിപ്പോൾ നടക്കാൻ പോകുന്നത്. സോ ഐ വിഷ് എവരി വൺ ബ്യൂട്ടിഫുൾ ക്രിസ്മസ് അഹെഡ്. വർണ്ണാഭമായ കരോളും രാജഗിരി കോളേജിലെ വിദ്യാർത്ഥികളുടെ നൃത്ത പ്രകടനവും ട്രീ ലൈറ്റിംഗിന്റെ ഭാഗമായിരുന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് കൊച്ചി മാരിയറ്റ് ഹോട്ടൽ തുടക്കമിട്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിഭവങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഫുഡ് ഫെസ്റ്റിവലും സംഘടിപ്പിക്കുന്നുണ്ട്. After 10 years, we look forward to continued support for future as well. 21st of December when we kick off our 10 years celebration. For next 10 years, the Kochi Kitchen, which is our coffee shop, will continue to host 10 national and international cuisines, and you can enjoy a lot of international flavors and domestic delicacies in the hotel and continue to bless us. Again, thank you so much for being a part of this 10 beautiful years journey, and wish you all a very, very Merry Christmas and a Happy New Year in advance. രാജഗിരി കോളേജിനും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനുമൊപ്പം സഹകരിച്ച് കൊച്ചി മാരിയറ്റ് ഹോട്ടൽ നടത്തുന്ന റീത്രെഡ്സ് പദ്ധതിയുടെ പ്രത്യേക സ്റ്റോളും ഹോട്ടലിൽ ഒരുക്കിയിരുന്നു. സുസ്ഥിരതയ്ക്കും പ്രകൃതി സംരക്ഷണത്തിനും വേണ്ടി പഴയ തുണിത്തരങ്ങൾ പുനരുപയോഗിക്കാൻ സാധ്യതയുള്ളതാക്കി മാറ്റുന്നതിനാണ് ഈ ശ്രമം. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി ഒരുക്കിയ പ്രത്യേക ചായ സൽക്കാരത്തോടെയാണ് ചടങ്ങുകൾ അവസാനിച്ചത്. റിപ്പോർട്ടർ, കൊച്ചി.